Kavita Gold and Diamonds. The versatile jewelry. നെല്ലായിയിൽ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ. നിരവധി തവണ അധികാരികൾക്ക് പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. വേനൽക്കാലം ഇങ്ങെത്തി നിൽക്കെ ഈ വിധം കുടിവെള്ളം പാഴാകുന്നത് വിഷമകരമായ കാര്യമെന്ന് നാട്ടുകാർ പറഞ്ഞു. നെല്ലായി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ കല്ലിടുമ്പ് പ്രദേശത്താണ് ഈ കാഴ്ച. അഴുക്കുചാലിലൂടെ മഴവെള്ളം കണക്കെ ഈ ഒഴുകിപ്പോകുന്നത് ശുദ്ധമായ കുടിവെള്ളമാണ്. 1 വർഷത്തോളമായി ഇവിടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട്. നെല്ലായ കുലുക്കലൂർ ഗ്രാമപഞ്ചായത്തുകളിലെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള സ്രോതസ്സാണ് വാട്ടർ അതോറിറ്റിയുടെ ഈ പൈപ്പ് ലൈൻ. പുറമെത്ര വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും നെല്ലായ ഭാഗത്തേക്കുള്ള മെയിൻ കണക്ഷനാണ് നെല്ലായ കല്ലിടുമ്പ് ഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ച് ഈ വിധം കുടിവെള്ളം പാഴാകുന്നത്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പലർക്കും ഇതിൻ്റെ പരാതികളും ശ്രദ്ധയിലും പെടുത്തിയിട്ടാണ് ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് വെള്ളമടിക്കണ ദിവസമായിരുന്നു. എല്ലാ ദിവസവും വെള്ളം ഇവിടെ കിട്ടില്ല. അതിപ്പോൾ പിന്നെ ഏരിയ തിരിച്ചുകൊണ്ട് പല ദിവസങ്ങളിലാണ് പല ഭാഗത്തും കിട്ടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ വന്നപ്പോൾ നല്ല ഫോഴ്സിലാണ് വെള്ളം പോകുന്നത്. അപ്പോൾ ഞാനിത് പമ്പ് സ്റ്റേഷനിലെ ആളോടൊന്ന് വിളിച്ചു. അയാളോട് ചോദിച്ചു പറയാം എന്താ അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ചോദിച്ചു. ഇതിൻ്റെ ഒരു പരാതി ഉണ്ടായിരുന്നു, ആളുകളൊക്കെ ഇടപെട്ടതാണെന്നും ആയി. അപ്പോൾ അയാൾ പറയണത് ഇത് ഞാനും പല ഭാഗത്തും പറഞ്ഞു, ഇത് വാട്ടർ അതോറിറ്റിയിൽ പരാതി കൊടുത്തു, പക്ഷേ ഇത് ക്ലിയർ ആവണില്ല, ഇത് PWD ഇടപെടണം എന്നാണ് വാട്ടർ അതോറിറ്റിക്കാർ പറയണത്. PWD റോഡ് പൊളിക്കണം. അപ്പോൾ അതെന്താണ് ഇടപെടാത്തുള്ള സാങ്കേതിക തടസ്സം എന്താണെന്ന് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ക്ലിയർ ചെയ്യാനുള്ള കോൺക്രീറ്റ് ചെയ്യാനുള്ള സാധനമൊക്കെ ഇറക്കി റെഡിയാക്കി കഴിഞ്ഞാലാണ് PWD പെർമിഷൻ കൊടുക്കുള്ളൂ അത്രേ വാട്ടർ അതോറിറ്റിക്ക്. അപ്പോൾ ഇനി അതിനെന്താ തടസ്സം എന്ന് വെച്ചാൽ അപ്പോൾ അതിപ്പോൾ ഇദ്ദേഹം താഴെ തട്ട് കിടക്കുന്ന ഒരാളായതുകൊണ്ട് ഇതിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഇടപെടേണ്ടത്. അപ്പോൾ ഞാൻ വാട്ടർ അതോറിറ്റിക്ക് രാവിലെ വിളിച്ചു നോക്കി. പട്ടാമ്പി സെക്ഷനിലെ ഏരിയയിലാണ് ഇത് വരുന്നത്. വാട്ടർ അതോറിറ്റി ഓഫീസ് അതാണ്. അപ്പോൾ PWD വരുന്നത് മണ്ണാർക്കാട് ഡിവിഷൻ്റെ അണ്ടറിലാണ്. അപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ അവർ ഫോണേ എടുത്തില്ല. പലവട്ടം വിളിച്ചു ഞാൻ, അപ്പോൾ അവർ ഫോൺ എടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നമ്പർ വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കംപ്ലയിൻറ്റ് നമ്പർ സെർച്ച് ചെയ്തെടുത്ത് അതിൽ ഇതിൻ്റെ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ അയച്ചു. ഇതുവരെ അതിൻ്റെ റെസ്പോൺസൊന്നും അവർ കണ്ടിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരത് കാണണമല്ലോ, അതുവരെ അവർ അതിന് റെസ്പോൺസൊന്നും തന്നില്ല. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ വേനൽക്കാലമാണ് ഇനി വരാൻ പോകുന്നത്. കടുത്ത ജലക്ഷാമം ഉണ്ടാവും എന്നുള്ളൊരു ഊഹാപോഹം നമ്മൾ പൊതുവേ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ വെള്ളം പല ഭാഗത്തും ലീക്കായി പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ അതിന് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പഞ്ചായത്തിൽ ഈ ആശ്രയിക്കുന്ന അതാണ് മപ്പാട്ടുകാർ ഇവിടുന്നാണ് പോണത് നെല്ലായ പഞ്ചായത്തിലേക്കുള്ള ഇതൊക്കെ. പിന്നെ കുലുക്കല്ലൂർക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നെല്ലായ ആശ്രയിക്കുന്ന ലൈനാണ്, കുടിവെള്ള ലൈനാണിത്. അപ്പോൾ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടും ബന്ധപ്പെട്ടിട്ടും ഇവരൊക്കെ പറഞ്ഞ് പലവട്ടം പരാതി കൊടുത്തു, ഇടപെട്ടു എന്നാണ്. പക്ഷേ ഇതുവരെ ഒരു പരിഹാരം വന്നിട്ടില്ല. പൈപ്പ് ലൈനിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ റോഡ് പൊളിക്കേണ്ട സാഹചര്യമുണ്ടെന്നും ഇതിനായി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുമതി ലഭിക്കാത്തതാണ് പ്രശ്നം പരിഹരിക്കാൻ തടസ്സം ആകുന്നതെന്നുമാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ പറയുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമാകേണ്ട കുടിവെള്ളം പാഴായി പോകുന്നത് ഏറെ വിഷമകരമായ കാര്യമാണെന്നും എത്രയും പെട്ടെന്ന് അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു.